ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. മൈ കോളേജ് ഡേയ്സിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും ഫസ്റ്റ് ഇയർ കോളേജ് ഡേയ്സിൽ വെൻലോക്ക് ഹോസ്പിറ്റലിൽ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, മംഗലാപുരത്തെ ഒരു വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വെൻലോക്ക് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് മിക്കവാറും ഞങ്ങളുടെ മെഡ് സർജിൻ്റെ പോസ്റ്റിങ്സ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ അവിടെ പോയി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചാലോ. ആദ്യമേ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരു ഡസ്റ്റിങ്, ഡാമ്പിങ്, പിന്നെ ബെഡ് മേക്കിങ്. രാവിലത്തെ പണി അതാണ്. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ സകലമാന ബെഡും മേക്ക് ചെയ്ത് അവിടെയെല്ലാം തൂത്ത് തുടച്ച് അങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് പേഷ്യൻസിനെ കിട്ടി തുടങ്ങിയത്. അപ്പം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ ഫസ്റ്റ് പേഷ്യൻറ്റിൻ്റെ പേര് ബാസു എന്നായിരുന്നു. പുള്ളിക്കാരൻ കാലൊടിഞ്ഞ് കിടക്കുമായിരുന്നു മെഡ് സർജ് വാർഡിൽ. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് 2-3 തേർഡ് ഇയറിൽ പോസ്റ്റിങ്ങിന് ചെന്നപ്പം പിന്നെയും ഞാൻ ആ പുള്ളിക്കാരനെ മീറ്റ് ചെയ്തു. ഇന്നത്തെ പോലെ പണ്ട് മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഒരു സെൽഫിയൊക്കെ എടുത്തേനെ ഉറപ്പായിട്ടും. അങ്ങനെ പിന്നത്തെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നഖമൊക്കെ നീട്ടി നെയിൽ പോളിഷൊക്കെ ഇട്ട് നടക്കുന്ന ദിവസങ്ങളിൽ കയ്യിലെപ്പോഴും ഗ്ലൗസ് ഉണ്ടായിരിക്കും. കാരണം എപ്പോഴാണ് ടീച്ചേഴ്സ് വന്ന് നോക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ടീച്ചേഴ്സ് ഈ സൈഡിൽ കൂടെ വരുമ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകും. പിന്നെ എപ്പോഴും കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നെയിൽ പോളിഷ് കാണും, അല്ലെങ്കിൽ നഖം നീട്ടി വളർത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ എൻ്റെ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ, എൻ്റെ എക്സാമിനേഷൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5030 ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോസ്റ്റിങ്ങിൻ്റെ ഓർഡർ വരുമ്പോഴത്തേന് ഒന്നെങ്കിൽ കൂടുതൽ വരുന്നയാൾ ഈ 30 കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കും, അതല്ലെങ്കിൽ 30ക്ക് മുമ്പുള്ള ആയിരിക്കും, 29 ആയിരിക്കും, അല്ലെങ്കിൽ 31 ആയിരിക്കും. അപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെൻലോക്കിൻ്റെ ആ ഹോൾവേയിൽ കൂടി നടക്കുമ്പോഴത്തേന് ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട്, വരവരയൻ വെള്ള ഉടുപ്പയിൽ നീല വരവര യൂണിഫോമൊക്കെ ഇട്ട് തൊപ്പി വെക്കും. തൊപ്പിയിൽ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 1 വര, സെക്കൻഡ് ഇയർ ആണെങ്കിൽ 2 വര, തേർഡ് ഇയർ ആണെങ്കിൽ 3 വര, ഫോർത്ത് ഇയർ ആണെങ്കിൽ 4 വര. അങ്ങനെയാണ് ഞങ്ങൾ MB ഷെട്ടി കോളേജിലെ പിള്ളേരെ തിരിച്ചറിഞ്ഞു, ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ തേർഡ് ഇയർ ആണോ ഫോർത്ത് ഇയർ ആണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഇയറിൽ 1 വരയൊക്കെ വരച്ച് ഇങ്ങനെ നെഞ്ച് വിരിച്ച് നടന്ന്, അങ്ങനെയാണ് നെഞ്ച് വിരിച്ച് നടന്നവരിൽ ഞങ്ങൾ 2 പേരും കാനഡയിലെത്തി. ഒരാൾ നേരത്തെ എത്തി, ഞാൻ പിന്നെ കുറച്ച് വൈകിയാണേലും കാനഡയിലെത്തി. അങ്ങനെ പിന്നെ ഒരു ഓർമ്മയെന്ന് പറയുന്നത് നൈറ്റ് ഡ്യൂട്ടീസ്. അപ്പം നൈറ്റ് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോഴേ കാണുന്ന കാഴ്ചയാണ് അവിടുത്തെ നേഴ്സസ്, ഇൻചാർജ് നേഴ്സസ്. അന്നത്തെ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിം 1 ഗ്രാം ആണ്. ടാക്സിം 1 ഗ്രാം, അതായത് ഒരു നീല അടപ്പുള്ള ടാക്സിം ആൻറ്റിബയോട്ടിക്, അത് 10 ml സിറിഞ്ചിനകത്ത് 10 ml നോർമൽ സെല്ലിനകത്ത് ഡയലറ്റ് ചെയ്ത് ഇങ്ങനെ നിരത്തി വെച്ചേക്കും. അവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ പേഷ്യൻസിനും ടാക്സിം ഉണ്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന ആക്ക് കൊണ്ട് കൊടുക്കുക, ഇന്ന ആക്ക് കൊണ്ട് കൊടുക്കുക, ഇന്ന ബെഡ് നമ്പറിൽ കൊണ്ട് കൊടുക്കാൻ പറയുമ്പം നമ്മൾ ജസ്റ്റ് ക്യാനിലേക്കകത്ത് പുഷ് ചെയ്ത് വിടുക, തിരിച്ചു വരിക, കൊണ്ട് കൊടുക്കുക. ഇതായിരുന്നു നമ്മുടെ നൈറ്റ് ഡ്യൂട്ടിയിലെ ഒരു ഡ്യൂട്ടി. അതൊക്കെയാണ് ഇന്നത്തെ ആ വെൻലോക്ക് ഓർമ്മകളാണ്. ഇന്നലെയാണ് ഇതെല്ലാം ഓർമ്മ വന്നത്. അപ്പോൾ ഓർത്ത് ചൂട് മാറാതെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെൻലോക്ക് ഓർമ്മകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നമുക്കത് ഒരു വീഡിയോ ആക്കി ഇടാം. അപ്പം വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ഇനി എന്നും പറയുന്നത് പോലെ എന്തെങ്കിലും നന്നാക്കാനുണ്ടെങ്കിലോ കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഏതെങ്കിലും രീതിയിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ അതെല്ലാം മോസ്റ്റ് വെൽക്കം. എല്ലാം പോസിറ്റീവായിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ. അതുപോലെ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.